കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകോപം കൊണ്ട് അബദ്ധത്തിൽ ചെന്നിയാടുന്ന 7 നക്ഷത്രക്കാർ. നമുക്ക് ജ്യോതിഷത്തിൽ പറയുമ്പോൾ മനസ്സിൻ്റെ കാര്യം ചന്ദ്രനെയാണ് പറയുക. അപ്പം ചേർക്ക് ചന്ദ്രനെ 12ാം ഇടത്തൊക്കെ നിൽക്കുക, അല്ലെ ചന്ദ്രനെ ഷിഷ്ടാഷ്ടം രാശിയിലൊക്കെ നിൽക്കുന്ന അവസ്ഥയിലൊക്കെ ആണെങ്കിൽ മനസ്സിന് ബലം ഇവർക്ക് കുറവായിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇവരുടെ മനസ്സിൻ്റെ ബലം കുറവാണ്, മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് ദേഷ്യപ്പെടും. അവൻ്റെ കുറ്റം മറച്ചു വെക്കാനായിട്ട് മറ്റുള്ളവരുടെ കുറ്റം എടുത്ത് കാണിക്കുമെന്ന് പറഞ്ഞ പോലെ കുറച്ച് കൂടുതലായിട്ട് ദേഷ്യപ്പെടും. പക്ഷെ അവനവന് വേണ്ടവരെ ആയിരിക്കും ഇവർ ഈ ദേഷ്യപ്പെട്ട് വെറുപ്പിക്കുന്നത്. ഇപ്പോൾ ഓരോ രാശികൾ നിൽക്കുന്ന ചന്ദ്രനെ കൊണ്ട് ഓരോ ഫലങ്ങൾ പറയാം. ഇപ്പം ചിലരാണെങ്കിൽ പറയും വീട്ടിൽ ഭയങ്കരമായിട്ട് ദേഷ്യം കാണിക്കും, മുൻകോപം കാണിക്കും, നാട്ടിലിറങ്ങിയത് കാണിക്കത്തില്ല, അല്ലെ സ്ഥാപനത്തിൽ ഇത് കാണിക്കത്തില്ല എന്ന് പറയും. അപ്പം അതൊക്കെ ഈ ശുക്രനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ചന്ദ്രൻ 4ാം ഭാവ ദൃഷ്ടിയൊക്കെ വരുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ കൂടുതലായിട്ട് അവനവന് വേണ്ടപ്പെട്ടവരെ വെറുപ്പിക്കുന്ന അവസരങ്ങൾ അവനവന് ഉണ്ടാകും. അതുപോലെ സ്ഥാപനം 10ാം ഭാവത്തെ ദൃഷ്ടി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരായിട്ട് അല്ലെങ്കിൽ അവൻ്റെ താഴെ ജോലി ചെയ്യുന്നവരായിട്ട് വളരെ സാധുക്കളായിട്ടുള്ള വ്യക്തികളെയൊക്കെ വെറുപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? അവർ കിട്ടേണ്ട ഒരു കാര്യങ്ങളും കൊണ്ട് തരത്തുമില്ല. അവന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്ന മുഖേന പല നഷ്ടങ്ങൾ ഉണ്ടാവും. അപ്പം അങ്ങനെ ഏത് രീതിയിലായാലും ഇപ്പം സുഹൃത്തുക്കളെ വെറുപ്പിക്കുന്നവരുണ്ട്, ചിലർക്ക് സുഹൃത്തുക്കൾ കാണത്തില്ല. അങ്ങനെ ഈ ദേഷ്യം കൊണ്ട് ചിലപ്പോൾ ആരും ഈ മുൻകോപം കൊണ്ട് ആരും അടുക്കത്തില്ല. അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ നെഗറ്റീവ് നമ്മളെ സ്വന്തമായിട്ട് വിലയിരുത്തേണ്ടത്. നമ്മുടെ നെഗറ്റീവ് പരിഹരിച്ചു പോരുക വേണ്ട. ഈ ആൾക്കാരെ വെറുപ്പിച്ചുകൊണ്ട് യാതൊരു കാര്യങ്ങളുമില്ല. ഞാനിവിടെ ഇപ്പോൾ 7 നക്ഷത്രക്കാരുടെ കാര്യമേ പറയുന്നുള്ളൂ. 28 നക്ഷത്രക്കാർക്കും ഈ വിഷയങ്ങൾ ഉണ്ടാകാം. ഇവിടെ ജാതകം പരിശോധിക്കണം. ജാതകം പരിശോധിച്ചിട്ട് ഈ ചിലപ്പോൾ മുൻജന്മ വിഷയം കൊണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറാം, ചിലപ്പോൾ ഒരു വഴിപാട് കൊണ്ട് ഈ ഒരു മുൻകോപം മാറ്റിയെടുക്കാവുന്നുള്ളതേ ഉള്ളൂ. സ്വഭാവം 100% മാറ്റാമെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നിരുന്നാലും ഇതിലൂടെയൊക്കെ നല്ലൊരു മാറ്റം, സാരമായ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം കണ്ണേ കൊള്ളുന്നതും കണ്ണേ കൊള്ളാനുള്ള പുരുകത്ത് കൊണ്ടുപോകുന്നതായിട്ട് വ്യത്യാസമില്ല. എന്തായാലും നമുക്ക് ആ നക്ഷത്രങ്ങളിലേക്ക് ഒന്ന് കടക്കുക. നമുക്ക് ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രങ്ങൾ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്ന നക്ഷത്രമാണ്, ഒരുപാട് ഭാഗ്യങ്ങളുള്ള നക്ഷത്രമാണ്, രാജയോഗത്തിന് തുല്യമായിട്ടുള്ള യോഗങ്ങളുള്ള നക്ഷത്രം തന്നെയാണ്. അടുത്ത വരുമ്പോഴത്തേക്ക് രോഹിണി. ഭഗവാൻ കൃഷ്ണന്റെ ആളാണ് രോഹിണി. രോഹിണിക്കാർ പക്ഷേ പൊതുവെ എല്ലാവരെയും ഈ സന്തോഷിപ്പിച്ച് അല്ലെങ്കിൽ എല്ലാവരും നല്ല എല്ലാവരും അടുപ്പിച്ചാണ് കാണുന്നത്. പക്ഷെ ചില രോഹിണിക്കാരെ നോക്കുമ്പോഴത്തേക്കും ഒരു ഭയങ്കര മനുഷ്യനെ വെറുപ്പിക്കുന്ന അവസ്ഥയാണ്. ഒരാളെ വേണ്ടാന്ന് തോന്നിയാൽ വെറുപ്പിച്ച് അവർ ഇല്ലാണ്ടാക്കിക്കളെ. ആ രീതിയിലുള്ള രീതികൾ കണ്ടുവരാറുണ്ട്. ഇപ്പൊ ഇവിടെ അടുത്ത പൂര നക്ഷത്രമാണ്. പൂര നക്ഷത്രക്കാർക്ക് സിംഹരാശിയാണ്. സിംഹം കാട്ടിലെ രാജാവാ സിംഹം. അവനാണ് എല്ലാത്തിനും മുകളിൽ എന്നൊരു ചിന്ത ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ ദേഷ്യം കുറച്ച് വർദ്ധിച്ചു വരാം. കാരണം ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടത്തില്ല, അതുപോലെ ദേഷ്യമായിരിക്കും. ദേഷ്യം അങ്ങനെ വരില്ല, വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ ഇതായിരിക്കും. അടുത്ത പറഞ്ഞാൽ ചോദ്യ നക്ഷത്രമാണ്. ചോദിക്കാതെ എല്ലാം കിട്ടുന്ന നക്ഷത്രമാണ് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ ചോദിക്കാതെ കിട്ടണമെങ്കിൽ എന്ത് വേണം? അങ്ങോട്ടങ്ങനെ ഇങ്ങോട്ടങ്ങനെ, അത്രേ ഉള്ളൂ. നമ്മൾ അങ്ങോട്ടെങ്ങനെ നിൽക്കുന്നു ഇങ്ങോട്ടും അങ്ങനെ കിട്ടത്തുള്ളൂ. അപ്പം ആ ചോദ്യക്കാർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ തൃക്കേട്ട നക്ഷത്രമാണ്. വൃശ്ചികത്തിൽപ്പെട്ട തൃക്കേട്ടയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയമുണ്ട്. തൃക്കേട്ട നക്ഷത്രം വരുമ്പോഴത്തേക്കും വൃശ്ചികക്കൂറാണ് വരുന്നത്. വൃശ്ചികത്തിൻ്റെ ആ ചിഹ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാശി ചിഹ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തേള, സ്കോർപ്പിയൻ. തേളിൻ്റെ അവസ്ഥ അറിയാവോ? തേളിന് വിഷം കൂടിയിട്ട് വാല് സ്വന്തമായിട്ട് തലയിൽ കൊണ്ട് കുത്തി മരിക്കുന്നൊരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ദേഷ്യം കൂടിയിട്ട് അവനവന് വരേണ്ട ഭാഗ്യങ്ങളെ അവനവൻ തന്നെ ഇല്ലായ്മ ചെയ്യുന്നൊരവസ്ഥയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്ത് വരുന്നത് ചതയ നക്ഷത്രമാണ്. ചതയം കുംഭക്കൂറാണ് വരുന്നത്. ഇവർക്കെല്ലാം സമൃദ്ധിയുടെ ഒരു ചിഹ്നമായിട്ടാണ് നമ്മൾ കുടത്തിനെ പറയുന്നതെങ്കിലും പക്ഷേ ഈ ചതയ നക്ഷത്രം കുംഭക്കൂർ വരുമ്പോഴത്തേക്കും ഒഴിഞ്ഞ കുടവാണ്. ഇവരുടെ സംസാരം കൊണ്ട് ഇവർക്ക് വരേണ്ട ഭാഗ്യത്തെ ഒഴിച്ചുവിടുന്ന അവസ്ഥയാണ് ഇവർക്ക് പറയുന്നത്. അടുത്ത രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം ഒരുപാട് പ്രമുഖ വ്യക്തികളുടെ നക്ഷത്രമായിട്ട് രേവതി നക്ഷത്രം പറയുന്നുണ്ടെങ്കിലും ഇവർക്ക് അടുത്തറിയാവുന്നവർക്ക് അറിയാൻ പറ്റുന്നൊരു ഇവരുടെ ഒരു ചെറിയ ന്യൂനതയാണ് ഈ ദേഷ്യം വരിക എന്നുള്ള അവസ്ഥ. ഭയങ്കരമായിട്ട് കോപം വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ഥലകാലബോധമില്ല, പൊട്ടിത്തെറിച്ച് കളയും. ആരെയും വേണ്ടാത്ത ആൾക്കാർക്ക് ഒരു ബഹുമാനം പോലും ഇവരുടെ ആ ഒരു ദേഷ്യം കൊണ്ട് ഇവർ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് രേവതിക്കാർക്ക് കണ്ടുവരുന്നത്. അപ്പം ഈ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ല. ഇത് ഞാൻ ഇത്രയും വർഷത്തെ നമ്മുടെ ജ്യോതിഷത്തിന്റെ പരിചയത്തിന്റെ പുറത്തും ഒരുപാട് പേരുടെ ഗ്രഹനില അപഗ്രഹിച്ചതിന് പുറത്തും പല പുസ്തകങ്ങൾ വായിച്ചതിന് പുറത്തും ഒക്കെയാണ് നമ്മൾ ഈ ഫലങ്ങളെ പറയുന്നത്. ഇതിന് 100% വ്യക്തത ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ജ്യോതിഷനെ അവൻ്റെ ഗ്രഹനിലയായിട്ട് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ടൈമുണ്ട് അതുമായിട്ട് പോയി കണ്ട് സമീപിക്കുക, ചോദിച്ച് ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. കലഹിച്ചുകൊണ്ട് യാതൊരു കാര്യവുമില്ല.
അവൻ സൗഹൃദത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉള്ളൂ. താണനിലത്തെ നീരോടു, അവിടെ ദൈവം തുണയുള്ളതെന്ന് സത്യം മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാവട്ടെ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.